ഇന്ത്യൻ പ്രസിഡന്റിനെതിരായി CPM സുപ്രീം കോടതിയിൽ കേസിന് പോകുന്നു എന്നുള്ളത് ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ഇതിനു മുൻപും പല ബില്ലുകളും അത് അംഗീകരിക്കുന്നതിൽ കാലതാമസമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നുവരെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷി പരിഗണനകൾക്കും അപ്പുറത്ത് നിൽക്കുന്ന രാഷ്ട്രപതിക്കെതിരായിട്ട് ഇന്നുവരെ ഒരു സർക്കാരും ഒരു പാർട്ടിയും കേസിന് പോയിട്ടില്ല. എന്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ശ്രീമതി ദ്രൗപദി മുർമുവിനെതിരായിട്ട് കോടതിയിൽ പോകാൻ, അവരെ രാജ്യത്തിന് മുന്നിൽ വിചാരണയ്ക്ക് വിധേയമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം പരിശോധിച്ചാൽ അത്ഭുതം തോന്നുന്ന ഒരു കാര്യമല്ല. ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഈ രാജ്യത്തെ അധസ്ഥിത വിഭാഗങ്ങളിൽപ്പെടുന്ന പട്ടികവർഗ വിഭാഗക്കാരിയായിട്ടുള്ള ആദിവാസിയായിട്ടുള്ള ഒരു വനിതയെ ഇന്ത്യയുടെ പരമോന്നത പദവിയിലേക്ക് നിർദ്ദേശിച്ചപ്പോൾ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി അതിനെ എതിർത്തിരുന്നു. ആദിവാസികളോടും സ്ത്രീകളോടുമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ ഉള്ളിലുള്ള എതിർപ്പ്, ആ എതിർപ്പാണ് ഇതിൻ്റെ കാരണം. അതുകൊണ്ടാണ് ദ്രൗപദി മുർമുവിനെ ഈ തരത്തിൽ സുപ്രീം കോടതിയിൽ വിചാരണയ്ക്ക് വിധേയയാക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള നീക്കം CPM നടത്തുന്നത്. CPMൻ്റെ പോളിറ്റ് ബ്യൂറോവിൽ 2022 വരെ ഒരു സ്ത്രീക്കും പ്രവേശനമില്ലായിരുന്നു. സ്ത്രീവിരുദ്ധ സമീപനം, ആ സ്ത്രീവിരുദ്ധ സമീപനമാണ് CPM എക്കാലവും പുലർത്തിയിട്ടുള്ളത്. ഒരു കാലത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗൗരിയമ്മയുടെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ചവരാണ്. അതിനുശേഷം സ്ത്രീ വേണ്ട, പുരുഷൻ മതി എന്ന് മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു. കേരളത്തിലെ ആദിവാസികളുടെ ഫണ്ട് മുഴുവൻ ദുരുപയോഗം ചെയ്യുന്നവരാണിവർ. ഈ കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഗിരിവർഗ പ്രദേശങ്ങളിൽ, ആദിവാസി പ്രദേശങ്ങളിൽ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ മുഴുവൻ എന്നോട് സൂചിപ്പിച്ചത് അവർക്ക് ലഭിക്കേണ്ട സ്കോളർഷിപ്പ്, ആ സ്കോളർഷിപ്പ് അവർക്ക് ലഭിക്കുന്നില്ല. മാസങ്ങളായി കേന്ദ്ര സർക്കാർ നൽകുന്ന പണം പോലും സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ രാജ്യത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നവർ, കേരളത്തിലെ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നവർ, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ, ആ പദ്ധതികൾ ഒന്നും തന്നെ പൂർണ്ണമായും നടപ്പാക്കാത്തവരാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന ആളുകൾ. അട്ടപ്പാടിയിലെ ഫണ്ട് മുഴുവൻ തന്നെ ദുരുപയോഗം ചെയ്യുന്നവരാണിവർ. അട്ടപ്പാടിയിൽ മധുവിനെ അടിച്ചു കൊല്ലുന്നവർക്ക് സംരക്ഷണം നൽകിയവരാണിവർ. അങ്ങനെയുള്ളവർ ആദിവാസികൾക്കും സ്ത്രീകൾക്കുമെതിരായിട്ട് ഉള്ള ഉള്ളിലുള്ള വിവേചനം, ആ വിവേചനമാണ് രാഷ്ട്രപതിക്കെതിരായിട്ട്, ശ്രീമതി ദ്രൗപദി മുർമുവിനെതിരായിട്ട് ഈ കേസിൻ്റെ കാരണം. മാത്രമല്ല, 1600 രൂപ പെൻഷൻ കൊടുക്കാനില്ല എന്ന് പറയുന്ന സർക്കാർ ലക്ഷങ്ങൾ ചെലവഴിച്ച് സുപ്രീം കോടതിയിലെ വലിയ വക്കീലന്മാരെ എങ്ങനെ ഈ കേസിന് വേണ്ടി അണിനിരത്തുന്നു? ചീഫ് സെക്രട്ടറി TP രാമകൃഷ്ണനും ചീഫ് സെക്രട്ടറിയും ചേർന്നാണ് ഈ കേസ് കൊടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു സിവിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥൻ ഒരു രാഷ്ട്രീയ നേതാവുമായിട്ട് ചേർന്നുകൊണ്ട് ഈ കേസ് കൊടുക്കുന്നതിൻ്റെ നിയമപരമായിട്ടുള്ള പശ്ചാത്തലം, നിയമപരമായിട്ടുള്ള അതിൻ്റെ സാധുത, ആ സാധുത എന്താണ്? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ഇതിൻ്റെ കൂടെയുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, രാഷ്ട്രപതിയെ അപമാനിച്ചുകൊണ്ട് ആദിവാസി വിഭാഗങ്ങൾക്കെതിരായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ഈ നീക്കം
ഒരിക്കലും ഈ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കില്ല. ഈ നാട്ടിൽ സാമൂഹ്യ സമരസത, സാമൂഹ്യ നീതി അതെല്ലാവർക്കും ലഭ്യമാകണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും ഇതിനെതിരായിട്ട് ഒറ്റക്കെട്ടായിട്ട് രംഗത്ത് വരും.